ഇളനീര് കഴിച്ചിട്ടാകാം ഇനിയുള്ള സഞ്ചാരം എന്നുള്ള രീതിക്ക് നമ്മളും ഇങ്ങനെ ഇവിടെ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. പപ്പായ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോകാനായിട്ടുള്ളത് ആ ഒരു മക്കാമിലേക്കാണ്. പെൻകുണ്ട എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ മമ്പുറം, മൂന്നാക്കൽ എന്നൊക്കെ പറയുന്ന വലിയ വലിയ മക്കാമുകളെ പോലെയുള്ളൊരു മക്കാമാണ് ഈ കാണുന്ന മക്കാമ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ ഇവിടെ മരണപ്പെട്ടു പോയി. അവരുടെ ഖബർസ്ഥാനികളാണ് ഇവിടെയുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു മക്കാമിൻ്റെ ഈ ഒരു ദർഗയുടെ പേരിലാണ് പെൻകുണ്ട അറിയപ്പെടുന്നതും. അങ്ങനെ നമ്മൾ ഈ ഒരു ദർഗയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലുള്ള ഷോപ്പുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മധുരം കലർന്ന ഇതുപോലത്തെ വിഭവങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഞ്ചസാര പാനീയത്തിൽ ഇത് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് തരുകയാണ് പതിവ്. സീറ്റ് പൊറോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ വേറൊരു വേർഷനായിട്ടാണ് എനിക്കിതിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഫൗണ്ടറുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആകെ കണ്ട് കൊളാക്കി വെച്ചിട്ടുണ്ട് ഷോപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. നെയ്വടയുടെ വേറൊരു വേർഷനായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇതുപോലത്തെ എകരമുള്ള സ്ഥലത്ത് പടിഞ്ഞാനിട്ട് ഇരുന്ന് മുന്നിൽ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ കച്ചവടം നടത്തുന്നത് കാണുന്നത്. പല ഏരിയയിലും നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ദർഗയുടെ അടുത്തേക്കായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. വിവിധതരം കച്ചവടങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്ന ഷോപ്പുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കവാടത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കരിങ്കല്ലിൽ തീർത്ത കവാടമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പഴമയിൽ രാജാക്കന്മാർ തീർത്തതായിരിക്കാം എന്നുള്ളൊരു ചിന്തയാണ് എനിക്കതിൽ നിന്നും വന്നത്. മതിലുകളൊക്കെ തന്നെ പച്ചയും ഇടകലർന്നിട്ടുള്ള ഒരു ലൈറ്റ് കളറുകളൊക്കെ തന്നെ കൊടുത്ത് വളരെ അലങ്കാരപൂർവ്വം തന്നെയാണ് മക്ബറയുടെ ആ ഒരു മതിലുകളൊക്കെ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നീട് ഉള്ളിലേക്ക് കയറുമ്പോഴും നമ്മൾ ഇതുപോലത്തെ മധുരപലഹാരങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഒരുപാട് സ്റ്റാളുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മേൽക്കൂര ഷീറ്റ് കൊണ്ട് മറച്ചിട്ടാണ് കാണുന്നത്. കയറുന്ന ഏരിയയിൽ ഇതുപോലെ ചെരുപ്പ് വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കൗണ്ടർ ഉണ്ട്. 5 രൂപ ഒരു കൂട്ട് ചെരുപ്പിന് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇവർ മേടിക്കുന്നത്. സ്ത്രീകളാണ് ഇവിടെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ചെറിയൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വന്നിരിക്കലായിരിക്കാം എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ മാല വിൽക്കുന്ന ഒരാളെ കാണുകയാണ്. അയാളുടെ അടുത്ത് ഒരുപാട് ഐറ്റം മാലകളാണ് കാണാൻ സാധിക്കുന്നത്. അയാളുടെ ആ ഒരു ഇരിപ്പിടത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു മക്ബറ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വലുപ്പത്തിലും നിറത്തിലും രൂപത്തിലുമുള്ള ഒരുപാട് മാലകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ്. അയാളുടെ കയ്യിൽ മോതിരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ നോട്ടം പോയത് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള മാലയിലേക്കാണ്. ഒരു പ്രായമായിട്ടുള്ള ആളാണ്. അയാൾ എന്നെ ഒരു നോട്ടം നോക്കിയതും കുറച്ചൊരു ഭയപൂർവ്വമാണ് ഞാൻ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ നമ്മൾ മക്കാമിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക്, മെയിൻ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കോട്ടമതിലുകളൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു മതിലിനെ കാണാൻ സാധിച്ചത്. കരിങ്കല്ലിൽ തീർത്ത ഒരു കവാടമായിട്ടാണ് എനിക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉൾവശത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് കബറിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. കാണുന്ന പച്ച കെട്ടിടത്തിൻ്റെ ഉള്ളിലും കബറിടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ സിയാറത്തിനായിട്ട് വന്നതും ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു മരമൊക്കെ കാണാൻ സാധിക്കുന്നതുമായിട്ടുമുണ്ട്. നമ്മൾ കയറി വന്ന ആ ഒരു കവാടമാണ് ഈ കാണുന്നത്. പിന്നീട് നമ്മൾ കബറിടമുള്ള ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഒരുപാട് കബറിടങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മക്കാമിനോട് ചാരിയിട്ട് ഇതുപോലെ പുതപ്പിൽ മൂടിയ കബറിടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കെട്ടിടങ്ങളിൽ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഒരു രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുക. സ്വർണ്ണ നിറങ്ങളിൽ അലങ്കരിച്ചിട്ടുള്ള തൂണുകളിൽ കൊടുത്തു വെച്ച ചെറിയൊരു കെട്ടിടമാണ് ഈ കാണുന്നത്. അങ്ങനെ മെയിൻ ഖബറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പരവതാനി വിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീം എത്തിയിട്ടുണ്ട്. അവരത് തസ്ബീഹ് കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് മന്ത്രങ്ങളൊക്കെ മുഴക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഇവിടെ എത്തിയതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നുണ്ട്. നിലമൊക്കെ തന്നെ മാർബിളിലായതുകൊണ്ട് തന്നെ ഉള്ളിൽ വളരെയധികം കൂളിംഗ് ആണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയാണ് കാണാൻ സാധിക്കുന്നത്. നമസ്കാര ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ അതിനുള്ളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പല ഫാമിലീസും ഇവിടെ ഇങ്ങനെ സിയാറത്തിന് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വെട്ടി മാറ്റിയ ഒരു മരത്തിൻ്റെ ഒരു രൂപം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ വേറൊരു ഏരിയയിലെ എൻട്രൻസിലേക്കാണ് എത്തിപ്പെട്ടത്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് കയറി വന്നപ്പോഴുള്ള അതേ ഒരു എൻട്രൻസ് രൂപത്തിലുള്ള ഒരു ഏരിയ തന്നെയാണ്. ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ഏരിയ അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പല സാധനങ്ങളും റെൻറ്റിന് കൊടുക്കുന്ന ഒരു ഏരിയ കാണാൻ സാധിച്ചത്. വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള വലിയൊരു ഷെഡ് ഇവിടെ കാണാൻ സാധിച്ചു. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് പാർക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയും ഉണ്ട് എന്നുള്ളതാണ്. ചുറ്റുപാട് നോക്കുമ്പോൾ മലനിരകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.